മാധവ് ഗാഡ്ഗിൽ, മുല്ലപ്പെരിയാർ. ഇത് രണ്ടുമായിരിക്കും ഇനി ഒരു മാസം കേരളത്തിലെ ഒരുപാട് യൂട്യൂബ് ചാനലുകളുടെ തംബ്നെയിലിൽ വരാൻ പോകുന്നത്. കാരണം ഇൻസ്റ്റന്റ് ക്ലിക്ക് ബൈറ്റ് ആണ്. എല്ലാ വർഷവും കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ഇത് ഇങ്ങനെ തന്നെയല്ലേ എന്ന് നമ്മൾ ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാവും. കാരണം നമ്മൾ വിചാരിക്കും ജൂണിലും ജൂലൈയിലും മഴ കുറയും. അറ്റ്ലീസ്റ്റ് ഒരു 2017 തൊട്ടെങ്കിലും ഇങ്ങനെയാണ്. ജൂണിലും ജൂലൈയിലും മഴ ഉണ്ടാവില്ല. അല്ലെങ്കിൽ വല്ല ഒരാഴ്ചയിൽ ഒരു മഴ, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ചെറിയ മഴ ചാറി പോകുന്നതൊക്കെ ആയിട്ട് അങ്ങനെ മഴ പോകുന്ന സമയത്ത് നമ്മൾ എല്ലാവരും പരാതി പറയും, ഓ ഈ കൊല്ലം മഴയില്ല എന്ന് പറയും. ഇതും അതും ന്യൂസ് ചാനലുകളൊക്കെ കണ്ടന്റ് ആക്കും, ക്ലിക്ക് ബൈറ്റ് ആക്കും. ഈ കൊല്ലം മഴയില്ല, ഡാമുകളിൽ ജലനിരപ്പ് താഴുന്നു എന്ന് പറഞ്ഞിട്ട് കുറെ യൂട്യൂബ് വീഡിയോസ് ഒക്കെ വരും. ഇത് കഴിഞ്ഞിട്ട് ഈ പലിശ സഹിതം കടം വീട്ടുക എന്ന് പറഞ്ഞ പോലെ ജൂണിലെയും ജൂലൈയിലെയും മുഴുവൻ പെയ്യാതിരുന്ന രീതിയിൽ അടിച്ചു തൂക്കി ഓഗസ്റ്റിൽ ഒരു മഴ അങ്ങ് പെയ്യും. ഒന്നല്ല, പിന്നെ ഓഗസ്റ്റിൽ അങ്ങോട്ട് മഴയായിരിക്കും. ഒരു ഓഗസ്റ്റ്, ഇപ്പൊ ഇന്നലെയാണെങ്കിൽ ഓഗസ്റ്റ് 1 തുടങ്ങി എന്ന് പറഞ്ഞ പോലെ ആഹ് ഓഗസ്റ്റ് മാസത്തിൽ ഭയങ്കര പവർഫുൾ ആയിട്ട് മഴ പെയ്യും. 2018 ഓർക്കുന്നുണ്ടെങ്കിൽ, ഞാൻ എറണാകുളം ജില്ലയിലുള്ള ആളാണ്. അപ്പൊ കൃത്യമായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്, ഓഗസ്റ്റ് 15 അതായത് സ്വാതന്ത്ര്യ ദിനം. അതിന്റെ ഇതിനോടനുബന്ധിച്ചാണ് വെള്ളം ഇങ്ങനെ പതിയെ പതിയെ ഉയർന്നു വന്നത്. നമ്മൾ അതുവരെ സിനിമയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ ഈ സംഭവം. വെള്ളപ്പൊക്കമൊക്കെ സിനിമയിലും വേറെ നാട്ടിലെ ന്യൂസിലും മാത്രം കണ്ടിട്ടുള്ള സാധനം വളരെ ഗ്രാജുവൽ ആയിട്ട്. ഞങ്ങളുടെ ഏരിയയിൽ അങ്ങനെ വെള്ളം ഒറ്റ വരവൊന്നും വന്നില്ല, പക്ഷെ വെള്ളം ഇങ്ങനെ പതിയെ പതിയെ ഭയങ്കര സ്കെയറി ആയിട്ട് പൊങ്ങി 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 അതിന്റെ ക്വാണ്ടിറ്റി കൂടി കൂടി വരുന്നൊരു അവസ്ഥയുണ്ടല്ലോ, അതുണ്ടായിരുന്നു. അതും ഒരു ഓഗസ്റ്റിലായിരുന്നു. ആൻഡ് പോസ്റ്റ് 2018 എല്ലാ വർഷവും നോക്കിയാൽ ഇത് തന്നെയായിരുന്നു അവസ്ഥ. 2019 ഇങ്ങനെ ഉണ്ടായി. അത്ര 2018 ലെവൽ ഓഫ് എക്സ്ട്രീമിറ്റിയിലേക്ക് പോയില്ലെങ്കിൽ പോലും വെള്ളം ഒരു ഓഗസ്റ്റ് ആകുമ്പോൾ ഇങ്ങനെ പലയിടത്തും വെള്ളം കെട്ടി നിൽക്കും, വെള്ളപ്പൊക്കത്തിന്റെ ന്യൂസുകൾ വരും. ആൻഡ് ന്യൂസ് ചാനലുകാർക്കും അല്ലെങ്കിൽ യൂട്യൂബ് മീഡിയാസിനും എല്ലാം ചാകരയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അവർ ഇത് വെച്ച് ഭീതി വ്യാപാരവും പരിപാടിയൊക്കെ നടത്തും. 2018 തൊട്ട് അല്ലെങ്കിൽ ഇപ്പൊ വരെ നോക്കിക്കഴിഞ്ഞാൽ ഓഗസ്റ്റിലും സെപ്റ്റംബറിലും മാത്രമേ നമുക്ക് മുല്ലപ്പെരിയാർ എന്നൊരു സാധനം അവിടെ എക്സിസ്റ്റ് ചെയ്യേണ്ടത് തന്നെ അറിയാൻ പറ്റുന്നുള്ളൂ. അല്ലെങ്കിൽ അതിനെക്കുറിച്ച് വലിയ ചർച്ചയോ ഒന്നുമില്ല. പിന്നെ കുറെ പേര് മുല്ലപ്പെരിയാറിന്റെ അവസ്ഥ പറഞ്ഞ് ഇന്റർവ്യൂ കൊടുക്കാൻ ഇറങ്ങും. ഞാൻ അതിന്റെ അടിഭാഗത്ത് ഞാൻ ഒബ്സർവ് ചെയ്തപ്പോൾ ഇന്ന ഇന്ന കാര്യങ്ങൾ കണ്ടു. ഇതെല്ലാം ഓഗസ്റ്റിലാണ്. ഇത് മുഴുവൻ ക്ലിക്ക് ബൈറ്റ് ആണ്. സോ ഞാൻ ഈ പറഞ്ഞു വരുന്നത്, മഴയും വെള്ളപ്പൊക്കത്തിനെയൊക്കെ വരുന്ന സമയത്ത് മാത്രം അതിനെ അഡ്രസ് ചെയ്യുന്നത് നമ്മൾ ഈ മെഡിക്കൽ സയൻസിൽ ചില ആളുകൾ പറയില്ല, നമ്മൾ സിംറ്റംസിനെ ട്രീറ്റ് ചെയ്യരുത്, കോസിനെ ട്രീറ്റ് ചെയ്യണം എന്നുള്ളത്. അപ്പൊ സ്വാഭാവികമായിട്ടും കുറെ പേർക്കെങ്കിലും ചോദിക്കാം, എന്താണ് കോസ്? മഴയാണ്. മഴയെ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റൂ? നമുക്ക് നാട്ടിലുണ്ടാവുന്ന വെള്ളപ്പൊക്കത്തിനല്ലേ ട്രീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ? മഴ പ്രകൃതിയുടെ ഒരു സംഭവമല്ലേ എന്ന് പറയും. 100% ശരിയാണ്. മഴ പ്രകൃതിയിൽ നിന്ന് വരുന്നതാണ്. ആൻഡ് കഴിഞ്ഞ കുറെ നാളുകളായിട്ട് കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട് ഭയങ്കര പവർ കൂടിയ, ഇന്റൻസിറ്റി കൂടിയ മഴ വരുന്നുണ്ട്. സോ മഴയെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. മഴയല്ല ഞാൻ കോസ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്, നമ്മുടെ നാട്ടിലെ കെട്ടിടങ്ങളും അല്ലെങ്കിൽ ബാക്കി നിർമ്മാണങ്ങൾ, ഇപ്പൊ പാലം, റോഡ് പരിപാടിയൊക്കെ കുറച്ചും കൂടെ വെള്ളപ്പൊക്കം അല്ലെങ്കിൽ വെള്ളക്കെട്ട് ഫ്രണ്ട്ലി ആക്കേണ്ട കാലമായില്ലേ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പൊ ലോകത്തിന്റെ പല ഭാഗത്തും ഈ വെള്ളത്തിന്റെ ഇഷ്യൂ ഉള്ള സ്ഥലങ്ങളിൽ ചില സ്ഥലത്തൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, ബ്രിഡ്ജൊക്കെ ആവശ്യം വരുന്ന സമയത്ത് മാത്രം ഇങ്ങനെ ഒരുമിക്കും, അല്ലാത്തപ്പോ ബ്രിഡ്ജ് മാറിപ്പോകും വെള്ളത്തിന് ഒഴുകാൻ വേണ്ടിയിട്ട്. സോ വെള്ളത്തിന്റെ സ്മൂത്ത് ആയിട്ടുള്ള ഫ്ലോ എനേബിൾ ചെയ്യേണ്ട രീതിയിൽ നമ്മുടെ ടെക്നോളജീസ് ഡെവലപ്പ് ചെയ്യണ്ടേ എന്നാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഇത് എത്രത്തോളം സത്യമാണെന്ന് അറിയില്ല. പണ്ട് ഒരാളോട്, ഒരുപാട് പ്രായമുള്ള ഒരു മനുഷ്യനാണ്, ഒരു 60-70 വയസ്സ് കാണും. അപ്പൊ അത്രയും ലോകം കണ്ട ആളാണ്. പുള്ളിക്ക് എന്ത് വിദ്യാഭ്യാസം ഉണ്ടെന്നൊന്നും എനിക്കറിയില്ല. അയാളോട് സംസാരിച്ചപ്പോൾ അയാൾ പറഞ്ഞത്, ഇത് സയന്റിഫിക്കലി കറക്റ്റ് ആണോന്നും എനിക്കറിയില്ല. പുള്ളി പറഞ്ഞത്, മണല് വാരൽ റീസ്റ്റാർട്ട് ചെയ്താൽ ഒരു പരിധി വരെ വെള്ളപ്പൊക്കത്തിന്റെ ഇത് കുറയും. അതുപോലെ കാട്ടിലെ വേട്ട റീസ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കാട്ടിലെ ജീവികൾ നാട്ടിലിറങ്ങുന്നത് കുറയും എന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ കുറെ പേര് ട്രിഗർ ആവും. പക്ഷെ അത് കഴിഞ്ഞിട്ട് അദ്ദേഹം തന്നെ പറഞ്ഞൊരു കാര്യമാണ്, ഈ വേട്ട എന്ന് കേൾക്കുമ്പോഴേക്കും ആളുകൾക്ക് എന്തോ ഭയങ്കര വിഷയമാണ്, വന്യജീവി സംരക്ഷണം എന്നൊക്കെ പറയും. പക്ഷെ ഇപ്പം ഓസ്ട്രേലിയയിലേക്ക് എന്നോട് പറയണം, ഓസ്ട്രേലിയയിലേക്ക് പോകുമ്പോൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ദേശീയ മൃഗം എന്തോ ആണ് കങ്കാരു. അതും ഒരു പോയിന്റിൽ കൂടുതൽ എണ്ണം പെരുകി കഴിയുമ്പോൾ അതിനെ വേട്ടയാടാൻ ഗവൺമെന്റ് അനുവദിക്കും. അല്ലെങ്കിൽ കാനഡയിൽ വേട്ട അനുവദിക്കുന്നു. മറ്റ് പല വികസിത രാജ്യങ്ങളിലും വേട്ട അവരെ അനുവദിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിലെ പോലെ ഒരു തോക്കും എടുത്ത് കാട്ടി കയറി കണ്ണടച്ച് വെടിവെക്കാനല്ല, കറക്റ്റ് ആയിട്ട് ഹണ്ടിങ് ലൈസൻസ് കൊടുത്തിട്ട് ഒരാൾക്ക് ഇത്ര ഒരു എണ്ണത്തിനെ മാത്രമേ ഹണ്ട് ചെയ്യാൻ പറ്റൂ, അതിൽ കൂടുതൽ ചെയ്ത് കഴിഞ്ഞാൽ കേസാണ് എന്നുള്ള രീതിയിൽ കൊടുക്കുന്ന സമയത്ത്, ഈവൻ പല രാജ്യങ്ങളിലും ഫിഷിംഗ് ലൈസൻസ്, അതായത് ചൂണ്ടയിടാൻ ലൈസൻസ് വേണം, അതിന് പോലും ഇങ്ങനത്തെ നിബന്ധന ഉണ്ടെന്ന് പറയുന്നത്. ഒരു സമയത്ത് ചൂണ്ടയിടാൻ പോകുമ്പോൾ ഇത്ര മീനിൽ കൂടുതൽ പിടിക്കരുത് എന്ന്. അപ്പൊ അങ്ങനെ കറക്റ്റായി സ്ട്രിക്റ്റ് ആയ റൂൾസ് കൊണ്ടുവന്ന് വേട്ട നടത്തി കഴിഞ്ഞാൽ ഒരുപക്ഷെ മൃഗങ്ങളുടെ ഭീഷണി കുറച്ച് കുറയുമെന്ന് പറയുന്നു. കാരണം ഇതിങ്ങനെ ബ്രീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിവേ, മൃഗങ്ങളല്ല നമ്മുടെ വിഷയം. അഗെയിൻ വെള്ളപ്പൊക്കവും മഴയും
മഴക്കാലവുമാണ്. മഴക്കാലത്ത് നടക്കുന്ന ഭീതി വ്യാപാരമാണ്. ചാനലുകളിലൊക്കെ ലൈവാണ്. റിപ്പോർട്ടേഴ്സൊക്കെ ഓരോ സ്ഥലത്ത് പോയിട്ട് റെയിൻകോട്ട് ഇട്ട് പകുതി വരെ വെള്ളത്തിൽ ഇറങ്ങി നിന്നിട്ട്, ശാലിനി ഇപ്പോൾ ഇവിടെ ഇത്രയും മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കാണാൻ പറ്റൂലേ? അപ്പം ഈ പറഞ്ഞ മഴയെ അഡ്രസ്സ് ചെയ്യാതെ, മഴ കാരണം ഉണ്ടാകാൻ സാധ്യതയുള്ള വെള്ളക്കെട്ടിനെ അഡ്രസ്സ് ചെയ്യുന്ന രീതിയിലേക്ക് നമ്മുടെ കെട്ടിടങ്ങൾ ഒരുപാട് മാറേണ്ടിയിരിക്കുന്നു. ഇപ്പൊ ഞങ്ങളുടെ നാട്ടിൽ ഒരാള് ആ വെള്ളപ്പൊക്കത്തിന് ശേഷം വീട് പണിതപ്പോ പുള്ളിയെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം, പുള്ളി ബേസ്മെന്റ് ഉള്ള വീട് പണിതു. അതായത് ഗ്രൗണ്ട് ഫ്ലോർ എന്ന് നമ്മൾ പറയുന്ന സാധനം 2 നില വീടായിട്ട് തോന്നും. പക്ഷെ താഴത്തെ നില ആക്ച്വലി ഷട്ടറൊക്കെ ഇട്ടിട്ട് കാർ പാർക്കിങ്ങിന് മാത്രമാണ്. വെള്ളം വന്നാലും പുള്ളിയുടെ വീട്ടിലേക്ക് കയറില്ല. വീട് രണ്ടാമത്തെ നിലയിലാണ് എന്നുള്ള രീതിയിൽ. സോ അങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ട്. ഒരു വീടിന് മാത്രമല്ല, നമ്മുടെ ഗവൺമെന്റ് നിർമ്മിക്കുന്ന കെട്ടിടങ്ങൾ അല്ലെങ്കിൽ റോഡുകൾ, ഇതെല്ലാം വെള്ളത്തിന്റെ സ്വാഭാവികമായ ഫ്ലോയിനെ തടഞ്ഞു നിർത്താത്ത രീതിയിലായാൽ, നമ്മുടെ കനാലുകൾക്ക് കൂടുതൽ വീതി ഉണ്ടെങ്കിൽ, അതിലൂടെ വെള്ളത്തിന് ഒഴുകാനുള്ള ഒരു പ്രൊവിഷൻ ഉണ്ടെങ്കിൽ, അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ മാറ്റം വന്നു കഴിഞ്ഞാൽ അടിപൊളിയാവില്ല എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. ഇത് എന്തോരം ടെക്നിക്കലി പോസിബിൾ ആണെന്ന് അറിയില്ല. ഞാൻ സിവിൽ എഞ്ചിനീയറിംഗ് പഠിച്ചുകൊണ്ട് എനിക്ക് ഇതിനെക്കുറിച്ച് ഒരു ചെറിയ ഐഡിയ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഒരു സിറ്റി മുഴുവൻ, ഇപ്പൊ കൊച്ചി സിറ്റി എടുത്തു കഴിഞ്ഞാൽ കൊച്ചി സിറ്റി മുഴുവൻ എങ്ങനെ വെള്ളക്കെട്ട് ഫ്രണ്ട്ലി ആയിട്ട്, വെള്ളക്കെട്ട് ഒഴിവാക്കുന്ന രീതിയിലുള്ള ബിൽഡിങ്സ് കൊണ്ടുവരാം എന്നുള്ളതൊക്കെ ഒരു വലിയ ഡ്യൂട്ടിയാണ്. കാരണം ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കെട്ടിടങ്ങളുണ്ട്. അതിൽ ചിലത് ചിലപ്പോൾ ഒഴിപ്പിക്കേണ്ടി വരും, ചിലത് പൊളിക്കേണ്ടി വരും. ഇതിനൊന്നും ആളുകൾ സമ്മതിക്കില്ല. സന്തോഷ് ജോർജോട് ഇങ്ങനെ പറഞ്ഞു, നമുക്ക് 5Gയുടെ സിഗ്നൽ വേണം, പക്ഷെ നമ്മുടെ പറമ്പിൽ ടവർ കുത്താൻ സമ്മതിക്കില്ല, നമ്മുടെ പഞ്ചായത്തിൽ ടവർ വേണ്ട എന്ന് പറഞ്ഞ പോലെ തന്നെയാണ്. അപ്പൊ ചിലപ്പോൾ നിർബന്ധിതമായി നടപ്പിലാക്കേണ്ടി വരും. എങ്കിൽ ഇത് എത്രത്തോളം പോസിബിൾ ആണെന്ന് അറിയില്ല. പക്ഷെ ഈ രീതിയിൽ നമ്മുടെ നാട്ടിലെ സിസ്റ്റംസ്, നമ്മുടെ കെട്ടിടങ്ങളും ബ്രിഡ്ജുകളും റോഡുകളും എല്ലാം മാറ്റിയാലേ ഈ വെള്ളപ്പൊക്കത്തിനെ ടാക്കിൾ ചെയ്യാൻ പറ്റും എന്നുള്ളത് വലിയൊരു തിരിച്ചറിവാണ്. ആൻഡ് അതിന് നമുക്ക് ഒരുപാട് എക്സാമ്പിളുകളുണ്ട്. നമ്മുടെ ലോകത്ത് തന്നെ പല സ്ഥലങ്ങളിലും ഇതുപോലെ ഒരു പ്രതിസന്ധി വന്ന ശേഷം അവർ എങ്ങനെ അതിൽ നിന്നും അതിജീവിച്ചു. ഇപ്പൊ ജപ്പാനിലെയൊക്കെ ഞാൻ വായിച്ചിട്ടുള്ളതാണ്, ഞാൻ ജപ്പാനിൽ പോയിട്ടൊന്നുമില്ല. ജപ്പാനിലെയൊക്കെ ചില കെട്ടിടങ്ങൾ എർത്ത്ക്വേക്ക് ഫ്രണ്ട്ലി ആണ് എന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. അതായത് ഒരു പരിധി വരെ ചെറിയ, ജപ്പാനിൽ എപ്പോഴും ഫ്രീക്വന്റ് ആയിട്ട് ഇങ്ങനത്തെ ടെക്ടോണിക് പ്ലേറ്റുകൾ കുലുങ്ങുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ ചെറിയ രീതിയിലുള്ള ടെക്ടോണിക് ഷിഫ്റ്റ് ഒക്കെ വരുമ്പോഴും അതിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഡ്യൂറബിൾ ആയിട്ടുള്ള കെട്ടിടങ്ങളാണ് അവർ നിർമ്മിക്കുക എന്ന് വായിച്ചിട്ടുണ്ട്. ഇത് എത്രത്തോളം ഫാക്ച്വലി കറക്റ്റ് ആണെന്ന് എനിക്കറിയില്ല. ആൻഡ് വേറെ നമ്മളൊരു മീമിലൊക്കെ കണ്ടിട്ടിരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ജപ്പാനിൽ മഴ പെയ്തു കഴിഞ്ഞാൽ 5 മിനിറ്റിനകം റോഡിൽ നിന്ന് വെള്ളം അപ്രത്യക്ഷമാവും. ഇന്ത്യയിൽ മഴ പെയ്തു കഴിഞ്ഞാൽ 5 മിനിറ്റിനകം റോഡ് അപ്രത്യക്ഷമാവും എന്നൊക്കെ ഉള്ളത്. അത് മീമാണെങ്കിലും അത് ഒരു 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 പോയിന്റ് വരെ അതൊരു റിയാലിറ്റിയാണ്. ആ റിയാലിറ്റിയെ ഓവർകം ചെയ്യാൻ നമുക്ക് പറ്റട്ടെ. നമ്മുടെ ഭാവിയിലുള്ള ബിൽഡിങ്ങുകളും ഇതുപോലെ സൂപ്പറായിട്ട്, ബിൽഡിങ്ങുകളും റോഡുകളും എല്ലാം തന്നെ വെള്ളക്കെട്ടിനെ ഒഴിവാക്കാൻ പറ്റുന്ന രീതിയിലുള്ളതാവട്ടെ. നമുക്ക് പേടിയില്ലാതെ ജീവിക്കാൻ പറ്റുന്ന ഒരു ടൈം, അതാണ് നമ്മുടെ ലക്ഷ്യം. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. കാണാം.